ഏതൊരു ക്ലാസ്സിലായാലും രണ്ട് ടൈപ്പ് ഓഫ് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ ഒരു ടൈപ്പ് പറയുന്നത് ഫുൾ ടൈം ബുക്ക് 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 ഒരു ഫുൾ ടൈം പഠിത്തേക്കുക, എല്ലാ സംഭവങ്ങളും കാണാൻ പഠിച്ചോളി. മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ലാംഗ്വേജ് ഹിന്ദി അറബി സംഭവം ഏതായാലും ഒരു ഫുള്ള് കാണാതെ പഠിച്ചിട്ടുണ്ട്, കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരേക്കാളും. അതേസമയം ഓല് എപ്പോഴും ഫുൾ ഇൻഷേർട്ടൊക്കെ ചെയ്ത് മുടിയൊക്കെ വാരി വെച്ച് ഫുള്ള് സെറ്റപ്പിൽ ഗെറ്റപ്പിൽ ആ ഇന്റർവെല്ലിന് സമയത്തായാലും അതുപോലെ തന്നെ ലഞ്ച് ടൈമിലായാലും ഫുൾ ടൈം ഒരു പഠിത്തം നടന്ന മൂഡിൽ നടക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വേറെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും. ആ ആൾക്കാരാണെങ്കിൽ എല്ലാ കേസിലും ഉണ്ടാവും. സ്കൂളിലും കോളേജിലും എന്ത് കേസ് പിടിച്ചാലും ഓരോ കേസിലുണ്ടാവും. അതുപോലെ തന്നെ ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഷർട്ടിന്റെ ബട്ടനൊക്കെ വെച്ചിട്ടേക്കാരെ എപ്പോഴും ടീച്ചറിട്ടൊക്കെ നടക്കുക. പക്ഷെ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ ഇവർക്കും മാർക്ക് ഉണ്ടാവും. ചില സമയങ്ങളിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറിയും കാട്ടിൽ കൂടുതൽ മാർക്ക് ഇവർക്കുണ്ടാവും. സോ അപ്പം ഞാൻ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഈ എക്സാം എങ്ങനെ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയാലും ഒരു പഠിക്കുന്ന ആളായാലും നമുക്ക് എങ്ങനെ എക്സാമിന് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാന്നാണ്. സോ അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മുബഷിർ. ഞാൻ അങ്ങനെ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആണ്. ഓലെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഡിസിപ്ലിന്, കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ഓലെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കല്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് എന്താ അച്ചീവ്മെന്റ് ആണ് ഇത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വലിയ ക്ലാസ്സിൽ വലിയ ടോപ്പറോ അല്ലെങ്കിൽ വലിയ എപ്ലോസോ അങ്ങനെ വാങ്ങുന്ന ആൾക്കാരൊന്നുമില്ല. ഞാൻ കൂടുതലും ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ നടക്കുന്ന ആളാണ്. അതായത് അങ്ങനെ കാര്യങ്ങളും കൂടുതലൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും എക്സാം ആവുന്ന സമയത്ത് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് എനിക്ക് വേണ്ട മാർക്കും കാര്യങ്ങളും ഞാൻ ഉണ്ടാക്കലുണ്ട്. പറയത്തക്ക അത്ര എ പ്ലസും ട്രോഫി കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും എന്റെ വേണ്ട കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുക്കലുണ്ട്. സോ ഇപ്പൊ മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ രണ്ട് പാർട്ടാക്കിയിട്ട് തിരിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റത്തെ പാർട്ട് പറയുന്നത് നമ്മൾ എക്സാമിന്റെ മുന്നേ പഠിക്കുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളും, അതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ട് പറയുന്നത് ഡ്യൂറിങ് എക്സാം, അതായത് നമ്മൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നമുക്ക് മാർക്ക് കിട്ടാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റത്തെ കാര്യങ്ങൾ കുറച്ച് രണ്ട് പാർട്ടിലും മെയിൻ ആയിട്ട് 5 പോയിന്റ് വരുന്നത്. ഫസ്റ്റത്തെ പാർട്ടിലും 5 പോയിന്റ് വരുന്നത്, സെക്കൻഡ് പാർട്ടിലും 5 പോയിന്റ് അത് വരുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ പാർട്ട് പറയുന്നത്, അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട സംഭവങ്ങളെ കുറിച്ച് ഞാൻ പറയാം. അതിൽ 5 സംഭവം ഉള്ളത്. ഫസ്റ്റത്തെ ഡിസൈഡ് വെൻ, വെയർ ആൻഡ് ഹൗ ലോങ്. എവിടെ, എപ്പോ, എത്ര ടൈമിലേക്ക് പഠിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കാം. അതായത് എപ്പോ എന്നില്ല ഞാൻ ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോ പഠിക്കണം എന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് ആസ് എ പോസിബിൾ ഏർലി മോർണിംഗ്. അതായത് നമ്മൾ എണീറ്റ് ഉടനെ ഒരു മണിക്കൂർ നമുക്ക് ആ ഒരു സ്ലീപ്ലെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് മാറിയിട്ട് എന്ത് ചെയ്യാം, ഏറ്റവും നല്ലത് ഏർലി മോർണിംഗ് നമ്മൾ എണീറ്റ് ഉടനെ ഫസ്റ്റത്തെ ടാസ്ക് നമ്മളെ ഈ പഠിത്താക്കി മാറ്റുക. ഏർലി മോർണിംഗിന്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ഫ്രഷ് ആയിക്കാരം, നമ്മുടെ ബോഡി ഫ്രഷ് ആയിക്കാരം. നമ്മൾ ഒരു ഇൻപുട്ടോ ഒരു ഇൻഫോർമേഷനോ നമ്മളെ ബോഡിക്ക് കൊടുത്തിട്ടില്ല, ഫുള്ള് ഫ്രഷ് ആണ്. ഇനി പുതിയ കിട്ടുന്ന ഇൻഫോർമേഷനാ, ഇതൊന്നും കൂടി അവിടെ ഉറപ്പായി നിൽക്കാനുള്ള സാധ്യത 100% ആണ്. ഇനിയിപ്പോ നിങ്ങൾ നൈറ്റ് പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്, അത് എത്തിയാൽ ചേഞ്ച് ആക്കാൻ നിൽക്കണ്ട, ഓരോരുത്തർക്കും ഓരോ ടൈം ആയിക്കാരം. പിന്നെ ഞാൻ ഈ മോർണിംഗ് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ നൈറ്റിക്ക് എത്തുമ്പോൾ നമ്മളെ ബോഡി ആയാലും നമ്മുടെ ബ്രെയിൻ ആയാലും ആ എഫിഷ്യൻസി, ആ ഒരു പഠിച്ചെടുക്കാൻ ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടല്ലോ, ഹ്യൂമൻ ക്യാപ്പബിലിറ്റി, അത് കുറഞ്ഞ് വരികയാണ് നൈറ്റ് ആകുമ്പോൾ. എങ്ങനെ വെച്ചാൽ ഇതൊരു ഗ്രാഫ് മതിയാ, നമ്മൾ എണീക്കുമ്പോൾ നമ്മളെ ഗ്രാഫ് ഇവിടേക്കാരം, നമ്മുടെ ബ്രെയിനിന്റെ ആ എഫിഷ്യൻസി മേളിലേക്കാരും. പിന്നെ അത് ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നൈറ്റ് ആകുമ്പോഴത്തേന്. കാരണം നമ്മൾ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, ആൾക്കാരായിട്ട് വർത്താനം പറയുന്നുണ്ട്, നമ്മുടെ ബ്രെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിന്റെ പവർ നമ്മൾ യൂസ് ചെയ്ത് നൈറ്റ് ആകുമ്പോഴത്തേനും നമ്മൾ ആ ഒരു എബിലിറ്റി, ആ ഫോക്കസ് ചെയ്യാനുള്ള സംഭവങ്ങൾ കുറഞ്ഞെത്തിയേക്കും. ആ സമയത്ത് പിന്നെ നമ്മൾ പഠിച്ചായിരുന്നാൽ എന്തായിരിക്കും, അപ്പൊ നമുക്ക് ആ ഒരു അലേർട്ട്നെസ്സും ഫോക്കസും ഒന്നും കിട്ടൂല. നേരെ മറിച്ച് നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണെങ്കിൽ ഇതന്നെ ഏറ്റവും നല്ലത്, മോർണിംഗ് പഠിക്കാൻ. ഇപ്പൊ അതല്ല നൈറ്റ് പേഴ്സൺ ആണെങ്കിൽ അത് മാറ്റണ്ട, ഞാൻ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യല. കാരണം ഇപ്പൊ എക്സാമിന്റെ സമയം ഇനിയിപ്പോ അതൊക്കെ മാറ്റി ആകെ നമ്മളെ ടൈമൊക്കെ മാറും. അപ്പോൾ ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞ മാതിരി മോർണിംഗ് ആണ്. മോർണിംഗിന്റെ ബെനിഫിറ്റാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ ബ്രെയിൻ ഫ്രഷ് ആയിക്കാരം, നമ്മൾ പുതിയ ഇൻഫോർമേഷനോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. സോഷ്യൽ മീഡിയ ഒക്കെ എടുക്കുന്നതിന് മുന്നേ, അതുപോലെ തന്നെ ഈ ന്യൂസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യാം, ഫസ്റ്റത്തെ കാര്യം ഈ പഠിത്താക്കി മാറ്റാം. അപ്പൊ അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു, എപ്പോ പഠിക്കണം എന്നതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു. ഇനി വേറെ എവിടെ പഠിക്കണം, ഏറ്റവും നല്ലത് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുക. അതായത് കമ്പൈൻ സ്റ്റഡീന്റെ സമയങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിപ്പോ ചർച്ചയൊക്കെ ചെയ്ത് പഠിച്ചതിന്റെ സംഭവങ്ങൾ, അങ്ങനത്തെ കൂടുതൽ നമ്മളെല്ലാവരും എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇപ്പൊ സോൾവ് ചെയ്യേണ്ട പ്രോബ്ലംസ്, അങ്ങനത്തെ ടോപ്പിക്കൊക്കെ ഉണ്ടാവും. ഉണ്ടെങ്കിൽ ഈവൻ അതുപോലെ നമ്മൾ ഒറ്റയ്ക്ക് മനസ്സിലാക്കേണ്ട ടോപ്പിക്ക്, നോളജ് സംഭവങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും നല്ലത് ഒറ്റയ്ക്കിരുന്ന് അതിനെ പഠിക്കുക. അപ്പൊ അതിലുള്ള ആൻസർ ഞാൻ പറഞ്ഞു, വേറും ആൻസർ പറഞ്ഞു. ഈ ഹൗ ലോങ്, എത്ര ടൈമിലേക്ക് നമ്മൾ ഇരുന്ന് പഠിക്കാം, എത്ര ടൈമിലേക്ക്. മറ്റേ നമ്മളെ പ്രിൻസിപ്പളൊക്കെ ഉണ്ടല്ലോ, 25 മിനിറ്റ് പഠിക്കുക പിന്നെ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ 50 മിനിറ്റ് പഠിക്കുക പിന്നെ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു ടൈപ്പും നല്ലതാണ്. പക്ഷെ ഞാൻ ഏറ്റവും സജസ്റ്റ് ചെയ്യാം, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു എസ്സ പഠിക്കാണ്ടാവും, അല്ലെങ്കിൽ 5 മാർക്കിന്റെ പഠിക്കാണ്ടാവും. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങൾ എടുക്കുക, എന്നിട്ട് ഒന്ന് പഠിക്കുക. ആ ഒരു വിഷയം, അതായത് ഒരു ചാപ്റ്റർ അല്ല, ഒരു ആ ഒരു സബ്ജക്റ്റ്, ആ ഒരു ടോപ്പിക് എടുത്ത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. അതായത് ഒരു സംഭവം കഴിക്കുക, എന്നിട്ട് റെസ്റ്റ്, പിന്നെ അടുത്ത സംഭവം എടുക്കുക, അതിന് പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, പിന്നെ റെസ്റ്റ്.
ഇപ്പൊ ഈ മൂന്നിൽ ആൻസർ ആയി. വെൻ എപ്പോൾ പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു ഏർലി മോർണിംഗ്. വേറെ എന്ന് പറഞ്ഞുള്ളത് ഏറ്റവും ഒറ്റയ്ക്ക് വെച്ച് പഠിക്കലാണ്. പിന്നെ ഹൗ ലോങ് ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യാം, നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കുക, പിന്നെ പഠിക്കുക, പിന്നെ റെസ്റ്റ് എടുക്കുക, ആ ഒരു ടൈപ്പിലേക്ക് പോകുക. പിന്നെ രണ്ടാമത്തെ മാനേജ് യുവർ ടൈം വിത്ത് ടു ഡു ലിസ്റ്റ്. അതായത് ഇപ്പോൾ നാളെ ചെയ്യാനുള്ള വർക്ക് അല്ലെങ്കിൽ നാളെ പഠിക്കാനുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് ഒരു ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യുക. അതാണ് പറഞ്ഞത് മാനേജ് യുവർ ടൈം വിത്ത് ടു ഡു ലിസ്റ്റ്. ഒരു ടു ഡു ലിസ്റ്റ് ചെറിയൊരു പേപ്പർ എടുത്തില്ല, ചെറിയൊരു ബുക്ക് കീപ്പ് ചെയ്തിട്ട് അതിൽ എഴുതുക നാളെ എത്രയുടെ മണിക്ക് എണീക്കണം, എത്ര സംഭവം, എത്ര പഠിക്കണം, എത്ര, അതായത് പറഞ്ഞ ടൈമുമാണ്. ടൈമും അതിൽ മെൻഷൻ ചെയ്യണം. ഈ സമയം ഈ സാധനം എത്ര സമയത്തേക്ക് പഠിക്കണം, ഈ സമയം കഴിഞ്ഞിട്ട് അതായത് 9 to 10 ഇന്ന വിഷയം, 10 to ഒരു 15 മിനിറ്റ് വരെ ഒരു റെസ്റ്റ്, പിന്നെ ഈ സമയം അങ്ങനെ ടു ഡു ലിസ്റ്റിൽ ഇങ്ങനെ കീപ്പ് ചെയ്യാം. നമുക്ക് ആ ദിവസം ചെയ്യുന്ന ടാസ്കുകൾ മുഴുവൻ. എന്നിട്ട് അത് വെച്ചുകൊണ്ട് പിറ്റത്തെ ദിവസങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടൈമിനെ മാനേജ് ചെയ്യുക ആ ടു ഡു ലിസ്റ്റ് വെച്ചുകൊണ്ട്, ആ ഒരു ഫ്രെയിം വർക്ക് വെച്ചുകൊണ്ട്. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതായത് ചില സമയത്ത് നമ്മൾ 9 മണിക്ക് പഠിക്കാതിരുന്നാൽ കരുതിയാൽ നമുക്ക് ആ സമയത്ത് ഇരിക്കാൻ പറ്റിപ്പോകുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ മനുഷ്യന്മാരാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ചിലപ്പോൾ 9:30 കരയ്ക്കുക, ചിലപ്പോൾ 8:30 ഇരിക്കും. പക്ഷെ അതിനെ ഒരു ഓവർ തിങ്ക് ചെയ്യാതെ, ബ്ലെയിം ചെയ്യാതെ എന്ത് ചെയ്യാം, നമ്മൾ തന്നെ ബ്ലെയിം ചെയ്യാതെ എന്ത് ചെയ്യാം, ആ എത്ര സമയമാണ് നമുക്ക് കിട്ടിയ ആ സമയത്ത് പഠിക്കുക. അത് വേറൊരു ഫ്രെയിം വർക്ക്, ഒരു ഔട്ട്ലൈൻ, ഇന്ന സമയത്ത് ഇതൊക്കെ ചെയ്യണം എന്നൊരു ഫ്രെയിം വർക്ക്. ഇത് അങ്ങോട്ടാവാം, മേ ബി ഇങ്ങോട്ടാവാം. പിന്നെ ടു ഡു ലിസ്റ്റിന്റെ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഒരു വിഷ്വൽ ട്രാക്ക് വെക്കണം, ഇന്ന സംഭവങ്ങൾ ഇന്ന് ചെയ്യാണ്ട് അത് നമുക്ക് അറിയും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതൊക്കെ ചെയ്ത് തീർക്കാനുള്ള ചാൻസ് നമുക്ക് ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യുമ്പോൾ. മറ്റേത് നമ്മൾ രാവിലെ എണീക്കും, ഇന്നിപ്പോൾ എന്താ ചെയ്യല്ല, നമ്മൾ ആ രാവിലെ അന്തം വിട്ട് നിൽക്കും. അതിന് മറിച്ച് എന്ത് ചെയ്യാം, തലേന്ന് കടക്കണതിന് മുന്നേ നമുക്ക് എന്താ ചെയ്യാനുള്ളത് ആ സംഭവങ്ങൾ കീപ്പ് ചെയ്യാം. അപ്പൊ 2 പോയിന്റ് ഞാൻ കവർ ചെയ്തു. ഫസ്റ്റത്തെ എപ്പോ എവിടെ എത്ര ടൈം പഠിക്കണം എന്നുള്ള പോയിന്റ് കവർ ചെയ്തു. രണ്ടാമത്തെ നമ്മൾ ടൈം മാനേജ് ചെയ്യണമെന്ന് കവർ ചെയ്തു. മൂന്നാമത്തെയാണ് കീപ്പ് ദി ലെക്ചർ നോട്ട്. പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരു ലെക്ചർ നോട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സൊക്കെ ടീച്ചർമാർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ചെറിയ നോട്ട് ഇങ്ങനെ നോട്ട് ഉണ്ടാക്കിയാൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടാസ്കുകൾ മാത്രം, ആ സംഭവം മാത്രം ചെറിയ നോട്ട് ചെയ്ത് എന്ത് ചെയ്യാം. സംഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് മാത്രമേ ഇതിൽ എഴുതാൻ പാടുള്ളൂ ലെക്ചർ നോട്ട്. ഈ ലെക്ചർ നോട്ടിന്റെ ബെനിഫിറ്റ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതാണ് ഞാൻ പറഞ്ഞത്, അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ എഴുതാനുള്ളൂ. അതിൽ വാരി വലിച്ച് എസ് ടൈപ്പ് ചെയ്തരുത്. അതിലൊരിക്കലും അങ്ങനെ എഴുതി. ഇപ്പൊ എസ് എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ മെയിൻ ആയിട്ടുള്ള 4-5 പോയിന്റ് മാത്രം എഴുതുക. ആ പോയിന്റ് 4-5 ഓരോ പോയിന്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ബാക്കി നിങ്ങളെ ബ്രെയിനിൽ വരണം അതിന്റെ ആൻസർ എന്താണ്. അതായത് മെയിൻ പോയിന്റ് മാത്രം, ഹെഡിങ്ങൾ മാത്രം അതിൽ എഴുതിയിട്ട് ബാക്കി മുഴുവൻ നിങ്ങളെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് ഈ ലെക്ചർ നോട്ടിന്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ മൂന്നാമത്തെ ലെക്ചർ നോട്ട് കീപ്പ് ചെയ്യാറുണ്ട് പഠിക്കുമ്പോൾ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടാസ്ക് സാധനങ്ങൾ അതിൽ എഴുതി. നാലാമത്തെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒരു ടൈം നമ്മൾ ഈ റീകോളിന്, അതായത് നമ്മൾ പഠിച്ചത് വീണ്ടും നമ്മൾ ബ്രെയിനോട് ചോദിക്കാൻ വേണ്ടി റീകോളിന് വേണ്ടിയിട്ട് ടൈം എടുക്കുക. ഇപ്പോൾ നമുക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒന്നും അതിനായിട്ട് എടുക്കാണ്ടാവില്ല. ഏറ്റവും നല്ലതൊക്കെ അങ്ങനെയാണ്. ഒരു മാസമൊക്കെ എക്സാമിന് മുന്നുണ്ടെങ്കിൽ ഒരു വീക്കിൽ 5-6 ദിവസം പഠിച്ചിട്ട് ചെയ്യാം. ലാസ്റ്റ് ഒരു സൺഡേ ഒരു സാറ്റർഡേ ഫുള്ള് പഠിച്ചത് മുഴുവൻ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ഏറ്റവും നല്ലത്, ഇപ്പൊ നമുക്ക് 2-3 ദിവസമൊക്കെ എക്സാമിന് മുന്നിൽ എന്ത് ചെയ്യാം, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നിപ്പോ സാറ്റർഡേ, ഒരു ചൊവ്വാഴ്ച എക്സാം ആണ്, ചൊവ്വാഴ്ച മോർണിംഗ് എക്സാം ആണ്. ഇപ്പൊ നമുക്ക് ദിവസം മുന്നിലുള്ളത് ഇന്ന് ശനി, ഞായർ, തിങ്കൾ, ഈ 3 ദിവസം നമുക്ക് മുന്നിലില്ലേ. ഈ 3 ദിവസം പഠിച്ചിട്ട് എന്ത് ചെയ്യാം, തിങ്കളാഴ്ച മൺഡേ ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ശേഷം ഫുൾ എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചത് റീകോൾ ചെയ്യാം. എന്തൊക്കെ എവിടേക്ക് പഠിച്ചു, എത്ര പഠിച്ചു, എത്ര മാർക്കിന് പഠിച്ചു, എത്ര മാർക്ക് പഠിച്ചത്, എത്ര എഴുതാൻ വയ്ക്കും നമുക്ക് ഇങ്ങനെ റീകോൾ ചെയ്ത് അങ്ങനെ പഠിച്ച ഏറ്റവും നല്ലത് എഴുതുക. നമ്മൾ പഠിച്ചത് എഴുതുക. ഞാനൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡ് അതാണ്. എന്ത് പഠിച്ചാലും അത് ജസ്റ്റ് എഴുതുക. നമ്മളെ ഏതെങ്കിലും ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഇങ്ങനെ എഴുതുമ്പോൾ ബ്രെയിനിൽ ഒന്നുകൂടി സ്റ്റോർ ആവും. മറ്റേ സൈക്കോളജിസ്റ്റ് ഒക്കെ പറയണത് നമ്മളെ ഇവിടെ ഈ നമ്മളെ രണ്ടിന്റെ ഈ സംഭവം, ഇവിടുത്തെ ടച്ചും നമ്മളെ ബ്രെയിനും നല്ല തമ്മിൽ ഇതുണ്ട്, കണക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ എഴുതുമ്പോൾ അതൊന്നുകൂടി നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവാൻ സാധ്യത, പോസിബിലിറ്റി ഒന്നുകൂടി കൂടുതലാണ്. അപ്പോൾ നാലാമത്തതും കഴിഞ്ഞു, റീകോൾ ചെയ്യാം. ലാസ്റ്റത്തെ ഫൈനൽ പോയിന്റ് ആണ് സ്ലീപ്പ്. ആ ലെക്ചർ നോട്ടിന്റെ അവിടെ ഈ റീകോളിന്റെ അവിടെയാണ് നമ്മളെ മറ്റേ സാധനത്തിന്റെ ബെനിഫിറ്റ് വരുന്നത്. അതായത് നമ്മളെ ലെക്ചർ നോട്ടിന്റെ റീകോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഈ ലെക്ചർ നോട്ട് ഉപയോഗിച്ചിട്ട് ഒരു എസ് നമ്മൾ ഇങ്ങനെ റീകോൾ ചെയ്യാണ്, നമ്മൾ പഠിച്ചത് ഇങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ആ 5 പോയിന്റ് നമ്മൾ എഴുതിയേക്കുമല്ലോ എസ്സേത്തെ മെയിൻ പോയിന്റുകൾ, അത് നോക്കിയിട്ട് ഇങ്ങനെ റീകോൾ ചെയ്യുക. അതായത് എക്സാമ്പിൾ ഒരു എസ് ആ എസ്സേയിൽ മെയിൻ ആയിട്ട് 4 പോയിന്റാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ആ 4 പോയിന്റിന്റെ അടിയിൽ കുറെ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് മെയിൻ ആയിട്ട് ഹെഡിങ് വരുന്നത് ആ 4 പോയിന്റാണ്. അപ്പൊ ആ 4 പോയിന്റ് മാത്രം എന്ത് ചെയ്യുക, ലെക്ചർ നോട്ടിൽ പേ ചെയ്ത് എന്നിട്ട് റീകോൾ ചെയ്യുന്ന സമയത്ത് അതെടുത്താണ് എന്ത് ചെയ്യുക, ആ 4 പോയിന്റ് വെച്ച് ഇങ്ങനെ മറ്റേ സാധനങ്ങൾ അതിന്റെ അടിയിലുള്ള സാധനങ്ങൾ ഇങ്ങനെ ഓർമ്മിക്കുക. അപ്പൊ നമ്മൾ റീകോൾ ചെയ്യുന്ന സമയത്താണ് എന്ത് ലെക്ചർ നോട്ടിന്റെ ബെനിഫിറ്റ് നമുക്ക് വരിക.
ലാസ്റ്റത്തെ അഞ്ചാമത്തെ സ്ലീപ്പ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. മോസ്റ്റ് ഓഫ് സ്റ്റുഡന്റ് മിസ് ഇത്. അതെന്താ വെച്ചാൽ എല്ലാ സ്റ്റുഡന്റും ഓലിപ്പോ മെയിനായിട്ട് ഇപ്പോൾ ഒരു സാധാരണ ഒരു 10-10:30 ഉറങ്ങുന്ന ആളേക്കാരും ഈ സ്റ്റുഡന്റ് ഒക്കെ. എന്നിട്ട് ഓൽ എന്ത് ചെയ്യും, ഈ 10th സ്റ്റാൻഡേർഡ് 10ാം ക്ലാസ് SSLC മെയിൻ എക്സാമിന് പഠിക്കുന്ന സ്റ്റുഡന്റ് ഒക്കെ കരുതി, അല്ലെങ്കിൽ +2 ഒക്കെ മെയിൻ എക്സാം എഴുതാൻ പോകുന്ന ആളേക്കാരം. ആള് 10 മണിക്കൊക്കെ ഉറങ്ങുന്ന ആളായിട്ട് എന്തേക്കാരം. എന്നിട്ട് എക്സാം ആണ് പറയുന്നത് 12 അല്ലെങ്കിൽ 2 മണി വരെ ഇരുന്ന് പഠിച്ചു. അത് ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ പറ്റില്ല. കാരണം നമ്മളെ സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. കാരണം ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ പഠിച്ച സംഭവങ്ങളൊക്കെ നമ്മളെ ബ്രെയിനിൽ ഒന്നുകൂടി സ്ട്രോങ് ആയി ഒന്നുകൂടി കെട്ടി നിൽക്കുന്നത് എപ്പോഴാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഉറങ്ങുമ്പോഴാണ്. അപ്പൊ നിങ്ങൾ ഏറ്റവും വലിയ മണ്ടത്തരാണ് നമ്മൾ ഉറക്കം കളഞ്ഞാണ്ട് പിന്നെ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു 2 മണി വരെ ഇരുന്ന് പഠിക്കും, അല്ലെങ്കിൽ 1 മണി ഇരുന്ന് പഠിക്കും, എന്നിട്ട് 2 മണിക്കൂർ ഇറങ്ങും, പിന്നെയും നേരത്തെ എണീക്കും, പിന്നെ 3-4 മണിക്ക് എണീറ്റാണ്ട് പിന്നെയും പഠിക്കും. നല്ല സ്ലീപ്പ് കിട്ടിയോ? കിട്ടിയില്ല. എന്നാ പഠിച്ചതേറ്റ് മണ്ടയിൽ കയറിയോ? അത് കയറൂല. അപ്പൊ എന്തായി, ടൈമും പോയി, ഉറക്കം കിട്ടിയില്ല, പഠിച്ചതേറ്റ് വേസ്റ്റഡ് ആയി. അപ്പൊ ഏതേലും നല്ല എന്താ, ഡെയിലി ഒരു 3-4 മണിക്കൂർ പഠിച്ചാൽ മതി. പഠിച്ചത് എന്ത് ചെയ്യാം, കൂടുതൽ പഠിച്ചത് ക്വാണ്ടിറ്റി നോക്കാതെ പഠിച്ച സംഭവങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, കൂടുതൽ മാർക്ക് ഉണ്ടാക്കി തരുന്ന സംഭവങ്ങൾ ഉണ്ടാവും. എസ്സേ 5 മാർക്കിന്റെ, പ്രോബ്ലംസ്, സൊല്യൂഷൻസ്, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഈ 1 വേർഡിനെയും ഈ 2 മാർക്കിന്റെ സംഭവങ്ങളൊക്കെ വിട്ടിട്ട് എന്ത് ചെയ്യുക, മറ്റേ സംഭവത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ മാർക്കിലെ സംഭവത്തിനെ ഫോക്കസ് ചെയ്യാൻ നോക്കുക. ഉറക്കം കളഞ്ഞുകൊണ്ട് ഒരിക്കലും പഠിക്കാൻ നിൽക്കരുത്. അപ്പോൾ നമ്മൾ എക്സാമിന്റെ മുന്നേ പഠിക്കുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട 5 പോയിന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റത്തെ വെൻ, വെയർ, ഹൗ ലോങ് ഇത് ഡിസൈഡ് ചെയ്യാം. രണ്ടാമത്തെ ടൈം മാനേജ്മെന്റ് ചെയ്യുക, അതായത് നമ്മുടെ ടു ഡു ലിസ്റ്റ് വെച്ചാണ്ട്. മൂന്നാമത്തെ ലെക്ചർ നോട്ട് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നാലാമത്തെ റീകോഡ് ചെയ്യുക. റീകോഡ് ചെയ്യുന്ന സമയത്ത് ഈ ലെക്ചർ നോട്ട് ഉപയോഗിക്കുക. ലാസ്റ്റ് ഫൈനല് സ്ലീപ്പും, അതായത് ഉറക്കത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുക. മിനിമം എന്ത് ചെയ്യുക, ഒരു 7 hours എങ്കിലും മിനിമം ഉറങ്ങാൻ നോക്കുക. ഇനി അടുത്ത നെക്സ്റ്റ് ഒരു 5 പോയിന്റ് പറയുന്നത് ഡ്യൂറിങ് എക്സാം, നമ്മുടെ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവങ്ങൾ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ പഠിച്ചു, ഇനിയിപ്പോൾ അത് പ്രവർത്തിക്കാൻ പോകണം. നമ്മൾ പേപ്പറിൽ എഴുതാം. അപ്പോൾ കുറേ പഠിച്ചിട്ടുള്ള കാര്യം ആ പേപ്പറിൽ എഴുതാനുള്ള നമുക്ക് അതിന്റെ ബെനിഫിറ്റ്, അതിന്റെ റിസൾട്ട് അങ്ങോട്ട് കിട്ടുക. സോ അപ്പോൾ ആ 5 പോയിന്റ് കിടക്കാം. ഫസ്റ്റത്തെ, ടേക്ക് ഡീപ്പ് ബ്രെത്ത് ബിഫോർ എക്സാം. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ അതങ്ങോട്ട് വായിച്ച് ടെൻഷൻ കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ടേബിളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു 10 ബ്രെത്ത് എടുക്കുക. 10ഓ 5ഓ നമുക്ക് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട്. ഇതിന് ജസ്റ്റ് ഒരു ഏറിപ്പോയൊരു 50 സെക്കൻഡ് അല്ലെങ്കിൽ ഏറിപ്പോയൊരു 1 മിനിറ്റ് അത്ര എടുക്കുള്ളൂ. ഈ സംഭവത്തെ വെച്ചാൽ നിങ്ങൾ പഠിച്ചത് ഒന്നുകൂടി ബ്രെയിനിലേക്ക് ഒന്നുകൂടി കണക്ട് ചെയ്യാൻ പറ്റും, റിമെമ്പർ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. എല്ലാവരും പേപ്പർ എടുത്ത് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഐ ഒന്ന് ക്ലോസ് ചെയ്യണ്ട, ജസ്റ്റ് ഇരുന്നാണ് എന്ത് ചെയ്യാം, ഒരു 10 ബ്രത്ത് ഇൻഹെയില്, ബ്രത്ത് എക്സ്ഹെയില്. ആ സംഭവം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു മിനിമം ഒരു 10 ബ്രത്ത് എങ്കിലും എടുക്കുക. അത് നല്ല ബെനിഫിറ്റ് ചെയ്യും. നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളും കൂടി അറിയാതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. 10 ബ്രത്ത്. ക്രിസ്ത്യാനോ റൊണാൾഡോ വരെ അത്രയും വലിയ ഈ ഫ്രീക്കൊക്കെ കിടക്കുമ്പോൾ ഓരൊക്കെ ചെയ്യാനായിട്ടില്ലേ, അത്രയും വലിയ ടെൻഷൻ ആ സ്റ്റേഡിയത്തിന് പോലും ഒരു 6-7 സെക്കൻഡ് ആ ബ്രത്ത് എടുക്കാൻ വേണ്ടി കൊടുക്കും. അതെന്താ പറയുന്നത്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബ്രെയിനിൽ ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത്, നമ്മൾ ആ ഒരു ബ്രത്ത് എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഫസ്റ്റത്തെ ബ്രത്ത് എടുക്കുക. രണ്ടാമത്തെ, ഇനിയാണ് ക്വസ്റ്റ്യൻ വായിക്കുന്നത്. റീഡ് ആൾ ക്വസ്റ്റ്യൻസ് വിത്ത് ഗിവിങ് പ്രയോറിറ്റി. എല്ലാ ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ എന്ത് ചെയ്യാം, ഏറ്റവും നല്ലത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്ത് ചെയ്യാം, ബാക്കിൽ നിന്ന് തുടങ്ങാം. അതായത് ഈ 1 വേർഡ് മുതൽ വായിക്കുന്നതിന് പകരം ഏറ്റവും നല്ലത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് തുടങ്ങണം ക്വസ്റ്റ്യൻ. അതിന്റെ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അറിയുന്ന സംഭവങ്ങളും നമ്മൾ ഈ കാണാൻ പഠിച്ച സംഭവങ്ങളും ബാക്കിലുണ്ടാവുക. ഈ എസ്സേ 5 മാർക്കിന്റെ സംഭവങ്ങളുണ്ടാവുക. 1 വേർഡ് പിന്നെ നമ്മളെ കൂടുതലും കുഴപ്പിച്ചുണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ്. കാരണം ആൻസർ നമുക്ക് നല്ലോണം അറിയണേ കാര്യം 1 വേർഡ്, പക്ഷെ നമ്മളെ കുഴപ്പിച്ചു. ആ ഫസ്റ്റ് തന്നെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളത് ബ്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആയി കഴിഞ്ഞാൽ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് അത് പോകും. ഫസ്റ്റ് തന്നെ എസ്സേ മുതൽ അടിയിൽ മുതൽ തോന്നുക. എന്നിട്ട് അവർ തന്നെ പ്രയോറിറ്റി കൊടുക്കുക. എങ്ങനെ, ABC. ഓരോ ക്വസ്റ്റ്യൻ നമ്പറിന് അവിടെയും ABC ഇടുക. എ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അറിയും. ഈ സംഭവം എനിക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ കഴിയും, എനിക്ക് മുഴുവൻ അറിയാം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ബി അറിയുന്നത് അത്ര അങ്ങോട്ട് അറിയില്ല, പക്ഷെ എനിക്ക് എഴുതാൻ വയ്ക്കും, കുറച്ച് റിമെമ്പർ ചെയ്ത് കുറച്ചൊക്കെ എന്നെ ഓർത്തെടുത്താൽ അതിന്റെ എക്സാമ്പിൾ എങ്ങനെയൊക്കെ തട്ടിമുട്ടി എഴുതാൻ വയ്ക്കും. സി ഒരിക്കലും കിട്ടൂല, അത് എനിക്ക് അതിന്റെ ആൻസർ അറിയില്ല. അപ്പൊ ഈ 3 സംഭവങ്ങളും ഓരോ ക്വസ്റ്റ്യൻ്റെ അവിടെ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. അപ്പൊ 16ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ലോണം അറിയും, അതിന് A കൊടുക്കുക. ബി 17 അത്ര അങ്ങോട്ട് അറിയില്ല, എന്നാൽ B കൊടുക്കുക. 18 ഒന്നും അറിയില്ല, അവിടെ C കൊടുക്കുക. ടൈം ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഞാൻ കവർ ചെയ്തു. എല്ലാ ക്വസ്റ്റ്യനും വായിക്കുക, ആ ക്വസ്റ്റ്യന്റെ കൂടെ ഓരോന്നിനും ഓരോ പ്രയോറിറ്റി കൊടുക്കുക. മൂന്നാമത്തെയാണ് കാൽക്കുലേറ്റ് ടൈം. എത്ര ടൈം നമുക്ക് ഇപ്പം ഉണ്ട്, അതായത് ഇപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ വായിച്ചാൽ 15 മിനിറ്റ് കിട്ടും. അത് ബാക്കി ഇനി ഇപ്പൊ എത്ര മണിക്കൂറിൽ, ഇപ്പൊ 2.5 മണിക്കൂർ നിങ്ങൾക്ക് എക്സാമിന് ടൈം ഉണ്ട് എഴുതിയാൽ 2.5 മണിക്കൂറിൽ ഇപ്പൊ ഒരു 150 മിനിറ്റ് ഉണ്ടാവും. 150 മിനിറ്റ് നിങ്ങൾക്ക് അലോഡാണ് എക്സാം എഴുതാൻ.
അതിലെന്ത് ചെയ്യാം 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ കുറക്കാം. ഒരു 10 മിനിറ്റിനെ കുറച്ചോളി. ആ 10 മിനിറ്റിന്റെ ബെനിഫിറ്റ് ഞാൻ ലാസ്റ്റ് പോയിന്റിൽ ഞാൻ പറഞ്ഞത്. അപ്പൊ 150 10 മിനിറ്റ് കുറച്ച് കഴിഞ്ഞാൽ 140 മിനിറ്റ് നിങ്ങൾക്ക് ആ എക്സാം എഴുതാനുണ്ട്. അതിന് കൊടുക്കുക. ഒരു എസ് എഴുതാൻ എത്ര മാർക്ക് വേണം, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത് എത്ര മാർക്ക് വേണം, 1 വേർഡ് എഴുതാൻ എത്ര മാർക്ക് വേണം. 1 വേർഡിന് ഒന്നും ഒരിക്കലും അധികം മാർക്ക് എടുക്കരുത്. മിനിമം പോയ ഒരു മിനിറ്റ് ഒരു 1 വേർഡിന് എടുക്കാൻ പാടുള്ളൂ. 1 മിനിറ്റും പാടില്ല ശരിക്കും. കാരണം നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ അതിന്റെ ബാക്കിൽ എഴുതാണ്ട്. എസ് ഐക്കൊക്കെ എന്ത് ചെയ്യുക, 8-10 മിനിറ്റ് വരെ 15 മിനിറ്റ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനത്തെ സംഭവങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതൊരു ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. ഈ 140 മിനിറ്റും എവിടെയൊക്കെ കൊടുക്കണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബാക്കി 10 മിനിറ്റ് മാറ്റിയേക്കാം. അപ്പൊ മൂന്നാമത്തെ പോയിന്റും മാറ്റി കഴിഞ്ഞു, കാൽക്കുലേറ്റ് ടൈം. ഈ നാലാമത്തെ അടി ഒരിക്കലും മാർക്കിലേറെ എഴുതരുത്. മാർക്കിന് വേണ്ടി മാത്രം എഴുതിയാൽ മതി. കാരണം ടീച്ചേഴ്സ് നിങ്ങളിപ്പോൾ കൂടുതൽ എഴുതിയാണ്ട് ഒരിക്കലും മാർക്ക് കിട്ടില്ല. 3 മാർക്കിലിന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യന് 3 ഏറി പോയാൽ 4 പോയിന്റ് എഴുതുക, 4 ലൈൻ എഴുതുക. അപ്പോൾ നിങ്ങൾ 4 പോയിന്റ് എഴുതിയപ്പോൾ അതിലൊരു പോയിന്റ് തെറ്റാണെങ്കിൽ എന്താ നിങ്ങൾക്ക് അതിന്റെ 3 ആൻസർ 3 പോയിന്റിന് 3 മാർക്ക് തന്നെ കിട്ടും. അപ്പൊ ഏറി പോയാൽ എന്ത് ചെയ്യാം, ഇപ്പോൾ 5 മാർക്കിന് 1.5 പേജ് എഴുതിയാണെങ്കിൽ എന്ത് ചെയ്യാം, 1.5 പേജിന് എഴുതുക. അതിന്റെ അപ്പുറത്തേക്ക് വാരി വലിച്ച് എഴുതരുത്. നമ്മൾ ടൈം പോകുകയാണ്. ടൈം പോകുന്നത് മാത്രമല്ല, അത്ര എഴുതിയാണ്ട് നമുക്ക് മാർക്ക് എക്സ്ട്രാ കിട്ടാൻ പോണില്ല. അവർക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവും, ഇത്ര സമയം എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. അത്ര മാത്രം എഴുതുക. എസ് ഐക്കാണെങ്കിലും നിങ്ങൾക്ക് അറിയാമല്ലോ അതിന്റെ ലിമിറ്റ് എത്രയാണ്. പ്രോബ്ലംസ് ആൻസർ ആയ അങ്ങനെ, അതുപോലെ തന്നെ ഇപ്പൊ ഈ ഹിസ്റ്ററി ബേസ്ഡൊക്കെ ആണെങ്കിൽ കുറെ എഴുതണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് എത്ര സ്റ്റാൻഡിൽ നിങ്ങൾ അത്രയിലെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാലോ, അതിനനുസരിച്ച് എഴുതുക. പിന്നെ എന്ത് ചെയ്യാം, ഈ 1 വേർഡിനൊന്നും അതുപോലെ തന്നെ ഈ 2 മാർക്കിനൊക്കെ മിനിമം 2-3 പോയിന്റ് ചെയ്തതിന് അതിലേറെ കൂടുതൽ എഴുതിയാണ്ട് ടൈം ഈ വേസ്റ്റ് ചെയ്തത്. പിന്നെ എഴുതുമ്പോൾ തന്നെ ആദ്യം, പിന്നെ ഞാൻ ലാസ്റ്റ് 5ാമത്തെ പോയിന്റ്, എഴുതുമ്പോൾ തന്നെ ആദ്യം ഹാർഡ് ടു ഈസിക്ക് എഴുതുക. ഫസ്റ്റ് തന്നെ പോയി 1 വേർഡ് എഴുതിന് പകരം എന്ത് ചെയ്യാം, നമുക്ക് ഏറ്റവും അറിയുന്ന സംഭവങ്ങൾ നമ്മൾ ഇട്ടല്ലോ, പക്ഷെ അത് എഴുതാൻ കുറച്ച് റിസ്ക് ആക്കാൻ. അറിയ സംഭവം പക്ഷെ എഴുതാൻ കുറെ ഉണ്ടാവും, ടാസ്ക് ഉണ്ടാവും. 1 വേർഡ് എന്താ, ജസ്റ്റ് എടുത്തോണ്ട് അതിന്റെ ഓപ്ഷൻ പെടാണ് എഴുതിയാൽ മതി. അങ്ങനെ ഈസി ടു ഹാർഡിലേക്ക് പോകുന്നതിന് പകരം എന്ത് ചെയ്യാം, ഹാർഡ് ടു ഈസിക്ക് എഴുതാം. അതായത് എസ് എഴുതുക, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതുക, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതുക, പിന്നെ 1 വേർഡ്ക്ക് കിടക്കുക. ഇതിന്റെ ഇപ്പോ ഈ SSLC പ്ലസ് 2 അതുപോലെ തന്നെ ഡിഗ്രിയിലൊന്നും ഈ ഓർഡർ അനുസരിച്ച് എഴുതാനൊന്നുമില്ല. അതൊക്കെ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിൽ തന്നെ ഉള്ളൂ. ഈ 1 മുതൽ ആൻസർ എഴുതണമെന്ന് നമുക്കൊരു നിർബന്ധമില്ല. നമുക്ക് അറിയുന്ന ഏത് ക്വസ്റ്റ്യൻ എഴുതാം. അപ്പം കൂടുതൽ എന്ത് ചെയ്യുക, ഹാർഡ് ടു ഈസി എഴുതാം. പിന്നെ എക്സാം എഴുതി കഴിഞ്ഞു ഇനി നമ്മൾ മാറ്റി വെച്ച ലാസ്റ്റത്തെ ഒരു 10 മിനിറ്റ് ഉണ്ടല്ലോ, ആ 10 മിനിറ്റ് എന്താ വെച്ചാൽ ഇനി ഫുൾ അനലൈസ് ചെയ്യാം. ഇനി അധികം ടൈമില്ല. കാരണം 2.5 മണിക്കൂർ ടൈം പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് 10 മിനിറ്റ് നമ്മളെ എക്സാം ക്ലോസ് ചെയ്യാനുള്ളൂ. എക്സാം വൈൻഡപ്പ് ചെയ്യാനായി. ആ സമയത്ത് എന്ത് ചെയ്യാം, നമ്മൾ എഴുതിയത് മുഴുവൻ അനലൈസ് ചെയ്യാം. ആസ് എ പോസിബിൾ മുഴുവൻ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ മാറിയിക്കണോ, സ്പെല്ലിങ് മാറിയിക്കണോ, ആൻസർ മാറിയിക്കണോ. ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു നമ്പർ മാറിയിട്ടുണ്ടാവുള്ളൂ. എന്റെ 2 നമ്പർ മാറി കഴിഞ്ഞാൽ നമ്മളെ 16 മാർക്ക് അവിടെ പോകും. ഒരു 8 മാർക്കിന്റെ എസ് എഴുതിക്കൊള്ളും. 24 25 2 എസ് 24 25 നമ്മൾ 8 മാർക്കിന് എസ് നല്ലോണം എഴുതിക്കുന്നത്. 8 മാർക്ക് കിട്ടാൻ രൂപത്തിൽ എഴുതിക്കണം. അതായത് 16 മാർക്കിന് നമ്മൾ 2 എഴുതിക്കുന്നത്. അപ്പൊ 24 എഴുതിന്റെ അടുത്ത് നമ്മൾ 25 എഴുതി, 25 എഴുതിയിട്ടുണ്ട് 24 എഴുതി. അല്ലെങ്കിൽ നമ്പർ മാറിയിട്ട് എഴുതിയാൽ ആ ടീച്ചർക്ക് അവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ടീച്ചർക്ക് 2 ആൻസർ അവിടെ വെട്ടിയിട്ടുണ്ട്. കാരണം ഒന്നിന്റെ ആൻസർ വന്നിട്ടില്ല, 16 മാർക്ക് അവിടെ മൈനസ് ആയി. അപ്പൊ എന്ത് ചെയ്യുക, ഈ 10 മിനിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ എല്ലാവരും മിസ് ചെയ്യുന്ന സംഭവം. ഇതൊക്കെയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യാല്ലേ. കാരണം നമ്മൾ ആ ടെൻഷനിൽ അങ്ങനെ എഴുതി പോണതാണ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഒന്നും നോക്കുന്നില്ല, നൂലും കെട്ടി രക്ഷ കൊടുക്കലേക്കാരം. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യാം, ഈ 10 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാൻ കൊടുക്കുക. സോ അപ്പൊ അത്രേ ഉള്ളൂ. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും ഞാനിങ്ങനെ വലിയ പഠിക്കുന്ന ആളോ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനത്തെ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എക്സാം ക്രാക്ക് ചെയ്യല്. ഏതായാലും പ്ലസ് 2 പഠിക്കുന്ന സമയത്തായാലും 10th പഠിക്കുന്ന സമയത്തായാലും ഞാൻ ഇപ്പോഴായാലും ഈ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യല്. എക്സാമിന് ചെറിയ സംഭവങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തത്. ബുക്കിൽ നിന്ന് എടുത്ത ഇൻഫർമേഷൻ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസും ഞാൻ യൂസ് ചെയ്ത സംഭവങ്ങളൊക്കെയാണ്. സോ വീഡിയോ ഇപ്പോൾ ഉപകാരപ്പെട്ടെന്ന് എഴുതുന്നു. സോ സീ യു ഇൻ ദി അനദർ വീഡിയോ.